ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം വിഷയത്തിൽ വരുന്ന ഒന്നാമത്തെ പാഠമാണ്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് മെസ്സേജ് ആക്കിയാൽ മതി. സോ നമുക്കിവിടെ എടുക്കേണ്ടത് 11ാമത്തെ പേജ് മുതലാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിലനിൽപ്പിനായി ചിത്രം നോക്കൂ. നിങ്ങൾക്കിവിടെ കുറച്ച് ജീവജാലങ്ങളുടെ ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ? കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് കുളത്തിൽ മത്സ്യത്തെ കാണാം. ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ? തവളയുണ്ട്, ഞണ്ട്, കൊക്ക്, ആമ, ഒച്ച്, താറാവ്, അങ്ങനെ പലതരം ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? 1 സൂര്യപ്രകാശം, 2 ജലസസ്യങ്ങൾ. പിന്നെ അടുത്തൊരു പോയിന്റ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാം ജലം. ജലം എന്താണ്? മീനിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അടുത്തത് കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ഇവിടെ നിങ്ങൾക്ക് ജീവനുള്ളവ, ജീവനില്ലാത്തവ എന്ന് വേർതിരിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ചിത്രം നോക്കുക. ചിത്രം നോക്കിയിട്ട് നമുക്ക് എഴുതാം. ജീവനുള്ളവയാണ് താറാവ്, തവള, മത്സ്യം, ഞണ്ട്, ആമ, കൊക്ക്, തുമ്പി, ഒച്ച്. ജീവനില്ലാത്തവയോ? കല്ല്, പാറകൾ, ജലം എന്നിവയൊക്കെയാണ്. ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിനു പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. സോ ആവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ജീവികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ചുറ്റുപാട്, അതിനാണ് നമ്മൾ ആവാസം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ മീനിൻ്റെ ആവാസം എവിടെയാണ്? നദി, പുഴയൊക്കെയാണ്. കാരണം ആ മീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആ ഒരു കുളത്തിൽ, ആ ഒരു അരുവിയിലുണ്ട്. സോ ഒരു മീനിൻ്റെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്ക് കുളം, അരുവി, തോട് എന്നൊക്കെ പറയാവുന്നതാണ്. ഓക്കെ. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കുളം അല്ലേ? കുളം ഒരുപാട് ജീവികൾക്കുള്ള ഒരു ആവാസ കേന്ദ്രമാണ്. കാട്ടിൽ ഒരുപാട് ജീവജാലങ്ങളില്ലേ? സോ കാട് ഒരു ആവാസ കേന്ദ്രമാണ്. വയലിലും ഒട്ടനവധി ജീവജാലങ്ങളുണ്ട്. സോ ഇതൊക്കെ എന്താണ്? നമുക്ക് ആവാസ കേന്ദ്രങ്ങളാണെന്ന് പറയാം. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. താഴെ നിങ്ങൾക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട്. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം? ഇവിടെ ഏതൊക്കെ ജീവികളെ കാണുന്നുണ്ട്? തുമ്പിയുണ്ട്, പിന്നെയോ പുൽച്ചാടി, ചിത്രശലഭം. ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? ഇവർക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സസ്യങ്ങൾ ഉണ്ടല്ലേ? ഇവിടെ പൂക്കൾ എന്തിനാണ്? ചിത്രശലഭത്തിനൊക്കെ തേൻ കുടിക്കാൻ. പിന്നെയോ വായുണ്ട്, സൂര്യപ്രകാശമുണ്ട്. അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. ഇത് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചു മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? തീർച്ചയായും യോജിക്കുന്നുണ്ടല്ലേ? കാരണം ജീവനുള്ള വസ്തുക്കൾക്ക് എന്താണ്? ജീവനില്ലാത്ത സൂര്യപ്രകാശം, വായു, വെള്ളം എന്നിവ, ഈ ഘടകങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമാണ് എന്താണ്? അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. സോ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാം, എന്ത്? ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവുള്ളൂ. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട് അല്ലേ? ഇപ്പം മീനിനാണെങ്കിൽ വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. കരയിൽ കൊണ്ടിട്ടാൽ മീനിന് ജീവിക്കാൻ കഴിയും. അപ്പം മീനിനെ കാട്ടിൽ കൊണ്ടിട്ടു, മീനിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ ജീവിക്കും അതിൻ്റേതായ, അതിനനുയോജ്യമായിട്ടുള്ള ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കൂ. സോ നിങ്ങൾ ആവാസം എന്നതിന് ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ജീവിക്ക് അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ലഭിക്കുന്ന സ്ഥലമാണ് ആവാസം. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്തൂ. നമുക്ക് ചുറ്റുമുള്ള ആവാസങ്ങളാണ് കുളം, നദി, കടൽ, കാട്, മരങ്ങൾ, പുൽമേട്, തോട്ടം എന്നിവയ്ക്ക് ഇങ്ങനെ ഒട്ടനവധിയുണ്ട്.
ചിത്രം നോക്കൂ, ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്? നമുക്കിവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് ഒന്നാമത്തത് പുൽമേടുകളാണ്, 2 മരുഭൂമി, മൂന്നാമത്തത് കണ്ടൽ കാടുകളാണ്, നാലാമത്തത് മഞ്ഞു പ്രദേശമാണ്. അടുത്തത് ആഹാര കാർഡ്. 2 ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ജീവിയുടെ പേര് നൽകിയിട്ടുണ്ട് കാക്ക. ആഹാരം ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. രണ്ടാമത്തത് ജീവി ആടാണ്. ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. ഇത്തരത്തിൽ മറ്റു 2 ജീവികളുടെ ആഹാര കാർഡ് തയ്യാറാക്കൂ. ആഹാര കാർഡ് ഒന്നാമത്തത് ജീവിയുടെ പേര് പശുവാണ്. ഭക്ഷണം പുല്ല്, ഇലകൾ, വൈക്കോൽ. രണ്ടാമത്തത് തവളയാണ്. ഭക്ഷണം ഏതാണ്? കൊതുക്, ഈച്ച, ചെറിയ പ്രാണികൾ, പുയു ഒക്കെ എഴുതാവുന്നതാണ്. അടുത്തത് കൂടിയാലും കുറഞ്ഞാലും. ആഹാര ശൃംഖലാജാലം പരിശോധിക്കൂ. ഇവിടെ നിങ്ങൾക്ക് ആഹാര ശൃംഖലാജാലമാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? പുല്ല്. പുല്ല് പുൽച്ചാടി കഴിക്കുന്നു. പുൽച്ചാടിയെ കോഴി, കോഴിയെ കുറുക്കൻ, കുറുക്കനെ കടുവ കഴിക്കുന്നു. അതാണ് ഒരു ശൃംഖല എന്ന് പറയുന്നത്. പിന്നെ അടുത്തതോ? പുല്ല്. പുല്ലിനെ കാട്ടുപോത്ത് കഴിക്കുന്നു, കാട്ടുപോത്തിനെ കടുവ കഴിക്കുന്നു. അടുത്തത് പുല്ല്. പുല്ലിനെ മാൻ കഴിക്കുന്നു, മാനിനെ കടുവ കഴിക്കുന്നു. ഇങ്ങനെ 3 വ്യത്യസ്ത തരത്തിലുള്ള ശൃംഖലാജാലമാണ് ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഏരോ മാർക്ക് ഇട്ടത് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്തു സംഭവിക്കും? ഇതിൽ നിന്നും കടുവ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക? കടുവ ആരെയൊക്കെയാണ് കഴിക്കുന്നത്? കുറുക്കനെയും കാളയെയും മാനിനെയുമാണല്ലോ കഴിക്കുന്നത്. സോ കടുവ ഇല്ലാതായാൽ എന്താണ്? കുറുക്കനെയും കാട്ടുപോത്തിനെയും മാനിനെയും കഴിക്കുന്ന ആളാണ് കടുവ. സോ കടുവ ഇല്ലാതായാൽ ഇത് 3ൻ്റെയും എണ്ണത്തിൽ വർധനവ് വരും. കുറുക്കൻ്റെയും കാട്ടുപോത്തിൻ്റെയും മാനിൻ്റെയും എണ്ണത്തിൽ വർധനവ് വരും. ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? മാന് എന്തിനെയാണ് കഴിക്കുന്നത്? പുല്ലിനെയാണല്ലോ. സോ മാനുകളുടെ എണ്ണം കൂടിയാൽ പുല്ലിൻ്റെ എണ്ണം എന്താണ്? കുറയും. പുല്ലിൻ്റെ ലഭ്യത എന്താണ്? കുറയും. ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കടുവ സംരക്ഷണം എന്ന് നൽകിയിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ പാർട്ട് 3 നമ്മൾ നെക്സ്റ്റ് നാളെ അപ്ലോഡ് ആക്കുന്നതാണ്. സോ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. ദാറ്റ്സ് ഓൾ.